ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എമി ഫൈസ്. എമി ഫൈസ് കിച്ചണിലെ ഇന്നത്തെ താരം പനീറാണ്. പനീറിൻ്റെ പല വെറൈറ്റീസും നമ്മൾ കണ്ടിട്ടുണ്ട്, കറിയായിട്ടും കബാബായിട്ടും ഒക്കെ. ഇന്ന് ഇതൊന്നുമല്ല, ഒരു ബുർജിയാണ്, പനീർ ബുർജി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേഗം ഒന്ന് കണ്ടാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്താക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് ഉള്ളിയാണ്. നല്ലതുപോലെ കുഞ്ഞായി കൊത്തിയരിഞ്ഞ ഉള്ളി കൂടി നമുക്കിട്ട് കൊടുക്കാം. ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ബുർജിയുടെ അളവിനനുസരിച്ച് നമുക്ക് ഉള്ളിയൊക്കെ എടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മളിത് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. എരിവിന് വേണ്ടി പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ യാതൊരു സ്പൈസസും നമ്മൾ നമ്മുടെ ബുർജിയിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പനീർ കുട്ടന്മാരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 200 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. അതുകൂടി നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് നല്ലതുപോലെ നമ്മുടെ മസാലയും പനീറും ഒക്കെ ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പനീറൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പനീറും മസാലയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ചെറിയ പനീറാണ്, അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. പനീർ പിന്നെ അത്ര കുക്കിംഗ് ടൈമും എടുക്കില്ല. ഇപ്പം നമ്മുടെ പനീറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ഒന്ന് നമ്മൾ ഇളക്കി പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ പനീറൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഉടയണമെങ്കിൽ ഒരു സ്മാഷറോ ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചോ ഒന്നുകൂടെ ഒന്ന് അമർത്തി അതിനെ ഒന്ന് ഉടച്ചാൽ മതി. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ സ്ക്രാമ്പിൾഡായി ഇരിക്കും. നമ്മുടെ മുട്ടയൊക്കെ ചിക്കി പൊരിക്കുന്നത് പോലെ നമുക്ക് പനീറിനെയും റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടി നമുക്കിതിനെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കാം. വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പനീറൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്, ചിരകിയ തേങ്ങ. അതൊരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് നമുക്ക് നമ്മുടെ പനീർ ബുർജി ഒന്ന്
ഇളക്കിയെടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചെപ്പും കൂടെ ഇട്ടാൽ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പമോ ഇല്ലെങ്കിൽ ദോശയ്ക്കൊപ്പമോ എല്ലാം നമ്മുടെ പനീർ ബുർജി ഒരു അസാധ്യ കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പനീർ ബുർജി ട്രൈ ആക്കി നോക്കണം. അപ്പോൾ എന്നത്തെയും പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, റെസിപ്പികൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. കമൻസുകളിട്ട് എങ്ങനെയുണ്ട് റെസിപ്പി എന്ന് അറിയിക്കുക. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഫ്രൈസ് കിച്ചണിൽ അടുത്ത റെസിപ്പി എന്തായിരിക്കും? എനിക്ക്